ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ അടുത്ത അയൽവാസിയായ വലിയൊരു രാജ്യമാണ്. പഴയ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ, ഈസ്റ്റേൺ പാകിസ്ഥാൻ. അതിൻ്റെ 15 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുത്തെ ട്രിബ്യൂണൽ കോർട്ട്, അതായത് ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രിബ്യൂണൽ കോർട്ട് എന്നതിന് പറയുന്നത്, അവർക്ക് ഡെത്ത് സെന്റൻസ്, അതായത് വധശിക്ഷ വിധിച്ചു. മനസ്സിലാക്കുക, അവർ ഇന്ത്യയിൽ എക്സൈൽ, അതായത് ഇന്ത്യയിലാണ് രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ഇവർക്കെതിരെ നടത്തിയ അൺട്രസ്റ്റ് പിന്നീട് കലാപമായി, അത് പ്രക്ഷോഭമായി. ഇവർക്കെതിരെ കോടതി പറയുന്നത് ഹ്യൂമനിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. അവരുടെ അധികാരമുണ്ടായിരുന്നു. പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ഏകദേശം 177 പേരാണ് വെടിവെപ്പിൽ മരിച്ചത്. അപ്പോൾ പോലീസിന് കൊടുക്കുന്ന ഓർഡർ, ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്, ആ പോലീസിൻ്റെ അന്നത്തെ ചീഫ്, അയാൾ ഉൾപ്പെടെ, അയാൾക്കും വിധിയുണ്ട്, അയാൾ മാത്രമേ ഉള്ളൂ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരില്ല കോടതിയിൽ ഹാജരായത്. അപ്പം അയാളോട് 3 അംഗ ജഡ്ജ് കുറച്ച് ലീനിയൻ്റ് ആയിരുന്നു. അയാൾക്ക് ഏകദേശം 5 വർഷമേ ഉള്ളൂ. കാരണം അയാൾ തന്നെ അവിടെ കോടതിയിൽ വന്നിട്ട് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവരാണ് നിർദ്ദേശങ്ങൾ കൊടുത്ത്, അതനുസരിച്ചാണ് പോലീസും പട്ടാളവും നീങ്ങിയത് എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തു. പിന്നീട് മനസ്സിലാക്കുക, ഷെയ്ഖ് ഹസീന അപ്പോയിന്റ് ചെയ്ത ജഡ്ജസ് തന്നെയാണ്. അവർ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടാണ് ജഡ്ജ്മെന്റ്, ഏകദേശം 2.5 മണിക്കൂറാണ് അത് വായിച്ചത്. അതിനുശേഷമാണ് അവർക്ക് ഡെത്ത് സെന്റൻസ് കൊടുത്തത്. ഇനി നോക്കാം എന്തൊക്കെയായിരുന്നു ഇവര് അവിടെ ചെയ്തിരുന്നത്. അത് കാരണം മനസ്സിലാക്കുക, 15 കൊല്ലം ലോങ് ടേം ആയിട്ട് പ്രധാനമന്ത്രിയായ സമയത്ത്, കഴിഞ്ഞ് ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നതിന് 3-4 വർഷം മുമ്പ് ഇവർ ശക്തമായ ഒരു ഡിക്റ്റേറ്ററായിട്ടങ്ങ് മാറി. പ്രതിപക്ഷത്തെ മുഴുവനും അടിച്ചങ്ങ് ഒതുക്കി ക്രാക്ക് ഡൗൺ ചെയ്തു. അതേപോലെ പത്രക്കാരെന്തെങ്കിലും എഴുതുവാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തു. ഏകദേശം 400ഓളം ബംഗ്ലാദേശ് ഢാക്ക ബേസ്ഡ് ആയിട്ടുള്ള ബംഗാളി പത്രക്കാർ പലയിടത്തോട്ടും ഒളിച്ചോടിപ്പോയി. ഒത്തിരി പേര് ലണ്ടനിൽ പോയി, മറ്റു പല ഭാഗത്തോട്ടും പോയി. എല്ലാവർക്കെതിരെയും ക്രാക്ക് ഡൗൺ. കാരണം വല്ലാത്ത രീതിയിൽ 78 വയസ്സുള്ള ഷെയ്ഖ് ഹസീന, അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള ധ്വംസനങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് പോയതിൻ്റെ അവസാനമാണ് ഓഗസ്റ്റിൽ ഈ പ്രക്ഷോഭം 2024 ഉണ്ടാവുകയും അത് ജൻസി പ്രക്ഷോഭമായിട്ട് പെട്ടെന്ന് മാറുകയും പിന്നീട് അവിടെ പോലീസ് വെടിവെപ്പും മിലിറ്ററിയെ കൊണ്ട് ഉപയോഗിച്ച് മിലിറ്ററി ഹെലികോപ്റ്ററിൽ നിന്ന് ഇവർക്കെതിരെ അറ്റാക്കും ഒക്കെ ശ്രമിച്ചു, എങ്ങനെയെങ്കിലും ക്രാക്ക് ഡൗൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. പക്ഷേ അതൊന്നും ഫലിച്ചില്ല. അതിന് പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്ത ബംഗ്ലാദേശിലുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ്. പിന്നീട് അവിടെയുള്ള പൊളിറ്റിക്കൽ ഒപ്പോസിഷനായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഏറ്റെടുക്കുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലോട്ട് വരുന്നു. ഏകദേശം 40ഓളം പേര് അവരുടെ ക്യാബിനറ്റിലും പഴയ MP-മാരുമായിട്ട് ഉൾപ്പെടെയുള്ളവരും ഇവരെ സഹായിച്ച സീനിയർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന ഓഫീഷ്യൽസ് ഉൾപ്പെടെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലോട്ടും ഡൽഹിയിൽ വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ സെക്യൂരിറ്റിയിലാണ് അവർ താമസിക്കുന്നത്. ഇതിനൊക്കെ 2 ദിവസം മുമ്പ് തന്നെ അവർ ഇന്ത്യൻ മീഡിയയിലും ഇന്റർനാഷണൽ മീഡിയയിലും ഈ വിധിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കമന്റുകൾ പറഞ്ഞു. കാരണം ആ ഭരണകൂടം എലക്റ്റഡ് അല്ല, യൂനുസ് ഖാന്റെ ഭരണം. കാരണം യൂനുസ് ഖാന്റെ ഗവൺമെന്റ് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഗ്രാമീൺ ബാങ്കുമായി ബന്ധപ്പെട്ട് അവര് ഡിഫാക്റ്റോ ആണ്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അത് ഇലക്ഷൻ നടത്താൻ പോവുകയാണ്. ഇതിനുശേഷം അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അത്ര നാളത്തേക്കുള്ള അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നു. ഇനി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമുക്കറിയാം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ജൻസിയുടെ ആദ്യത്തെ പ്രക്ഷോഭം നടക്കുന്നത് ശ്രീലങ്കയിലാണ്. അതിനുശേഷം അത് ബംഗ്ലാദേശിൽ കണ്ടു, പിന്നെ നേപ്പാളിൽ കണ്ടു. ഇവിടെ എല്ലാം ഭരണം മാറി. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പലതും ഉണ്ട്. എക്കണോമി ഉണ്ട് പ്രധാനപ്പെട്ട ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ അൺഎംപ്ലോയ്മെന്റ്. മൂന്നാമത്തേത് ഈ ജനാധിപത്യം ഇല്ലാതെ, കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അടിച്ചൊതുക്കുക. ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾ പൊട്ടിത്തെറിച്ച്. ഇതാണ് അതിൻ്റെ അകത്തെ ഫാക്ടർ. അത് ലോകത്ത് മുഴുവനും ഇതുണ്ടാകുന്നതാണ്. ഇപ്പോഴ് മെക്സിക്കോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൻസി പ്രക്ഷോഭം.
അൺഎംപ്ലോയ്മെന്റ് വലിയ പ്രശ്നമാണ് ഈ വരാൻ പോകുന്ന സമയത്ത്. അപ്പം അതിനെപ്പറ്റി ഞാൻ വരാൻ പോകുന്ന ഈ ഡിസംബറിനകം ഏകദേശം 26-28 ലക്ഷം പേർക്ക് ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് 5, 6, 10 വർഷം കൊണ്ട് ജോലി ചെയ്ത പല ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പറയുന്നത് എക്കോണമി, രണ്ടാമത് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ജോലി പോകുന്നു. മൂന്നാമത്തത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ പേരിൽ അവർക്ക് പലയിടത്തും ജോലി കിട്ടാനുള്ള സാഹചര്യം കുറയുന്നു. അതായത് മാൻ പവർ വെട്ടിച്ചുരുക്കുന്നു, ഇന്ത്യക്കാരെ പലയിടത്തും കയറ്റാത്ത രീതിയിലോട്ട് ആയി മാറുന്നു. ഇനി നമ്മൾ ഈ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കണക്ഷൻ നോക്കാം. അതായത് ഇന്ത്യയാണ് അവർക്ക് എക്സൈൽ ചെയ്ത് ഇവിടെ പൊളിറ്റിക്കൽ എക്സൈലായിട്ട്, അതായത് പൊളിറ്റിക്കലായിട്ട് വന്നിട്ട് നമ്മളവിടെ അഭയം കൊടുത്തിരിക്കുകയാണ്. ഇനി അവിടുത്തെ ഒരു ജുഡീഷ്യൽ കോർട്ട് ചെയ്യുന്ന ഇവർക്കെതിരെ വധശിക്ഷയൊക്കെ പരിപാടി വന്നു കഴിഞ്ഞാൽ പഴയ പോലെ അവർക്ക് ഇന്ത്യയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാകും. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഒരു പരിധി വരെ നിൽക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരാൾ പൊളിറ്റിക്കൽ എക്സൈലായിട്ട് ബംഗ്ലാദേശിൽ പോവുകയാണെങ്കിൽ അവരെ ഉറപ്പായിട്ടും ഇന്ത്യയിലോട്ട് കാരണം അങ്ങനെ ഒരു ഫിഗറാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിനും മൂലയ്ക്കും ആരും അറിയാതെ താമസിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അവിടുത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്ന് താമസിച്ചാൽ അത് ഗ്ലോബൽ ഫോറങ്ങളിലും ഇതേപോലെ വിധിയുമായിട്ട് ബംഗ്ലാദേശ് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പല രാജ്യങ്ങളും തയ്യാറാകും. അപ്പം അതിൻ്റെ പേരിലാണ് ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് പഴയ റിലേഷൻഷിപ്പിലല്ല. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഓഗസ്റ്റിൽ അവിടെ പ്രശ്നമുണ്ടായ സമയത്ത് ഇന്ത്യ അതായത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള പഴയ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ബംഗാളി ഹിന്ദുക്കളെയും ബംഗാളി ക്രിസ്ത്യൻസിനെതിരെയും വലിയ വേട്ടയാടൽ നടന്നു. വലിയ ഇഷ്യൂ ആയിരുന്നു. അവിടുത്തെ കാളി ക്ഷേത്രങ്ങളും അവരുടെ സ്ട്രീറ്റുകളും അവരുടെ കടകളും അതേപോലെ അവർ വ്യാപാര സ്ഥാപനങ്ങളും ചില ഇൻഡസ്ട്രീസൊക്കെ ഇന്ത്യൻ ധാക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബംഗാളി വളരെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവിടെ ജോലിയിലല്ല. അവരെ പല ആൾക്കാരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, അവരെ കൊണ്ട് ജോലി രാജിവെപ്പിക്കുന്നു, സ്കൂളുകളിൽ നിന്ന് ജോലി രാജിവെപ്പിക്കും. ഇങ്ങനെ സംഭവങ്ങളൊക്കെ നിങ്ങളും ഓർമ്മയുണ്ടായിരിക്കാം. പല ഇന്ത്യക്കാരും കൊല്ലപ്പെട്ടു, പല ആൾക്കാരും അവിടുന്ന് ഇന്ത്യയിലോട്ട് വന്നു. അതിൻ്റെ കാരണം അവർ പറയുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ പിന്തുണ കൊടുത്ത് ഇന്ത്യയെ താമസിപ്പിച്ചാണ് അന്നത്തെ ഇഷ്യൂ ഉണ്ടായെന്നാണ് പറയുന്നത്. അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരോട് ഇന്ത്യയിൽ നിന്നും പോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ ബ്രിട്ടൻ പോകാൻ ഇവർ തയ്യാറായിരുന്നു. പക്ഷെ ബ്രിട്ടൻ അത് റിജക്റ്റ് ചെയ്തു, മറ്റുള്ള രാജ്യങ്ങൾ റിജക്റ്റ് ചെയ്തു. ഫൈനലി മോദി ഗവൺമെൻറ് അവരോട് തൽക്കാലം ഇന്ത്യയിൽ താമസിക്കാൻ പറഞ്ഞേക്കുകയാണ്. മനസ്സിലാക്കി, കോടതി വിധി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ പിന്നെ പരസ്യമായിട്ട് താമസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകും. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യം, നമ്മുടെ ഒരു കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം മറ്റൊരു രാജ്യം, നമ്മുടെ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ സൗഹൃദമുള്ള രാജ്യത്ത്, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുള്ള രാജ്യത്ത് പോയി താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഗ്ലോബലായിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടാകും. കാരണം ആ രാജ്യത്തിൻ്റെ റിലേഷൻഷിപ്പിനെ വലുതായിട്ട് ബാധിക്കും. അപ്പം എനിക്ക് തോന്നുന്ന വരാനുള്ള 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുകയും അതേപോലെ തന്നെ അവരെ ഇന്ത്യയിൽ നിന്ന് മാറ്റാനുള്ള സാഹചര്യം വളരെ കൂടുതൽ. ഏകദേശം 40-45 സീനിയർ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഡൽഹിയിലും മറ്റു പല പരിസരത്തും ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലാണ് താമസിക്കുന്നത്, വളരെ സുരക്ഷിതമായ രീതി. കാരണം ഇന്ത്യയിൽ ഇഷ്ടംപോലെ ബംഗാളികളുണ്ട് ജോലി ചെയ്യാൻ അവിടുന്ന് ഇല്ലീഗലായിട്ടൊക്കെ വന്നവർ. കാരണം അവരുടെ സെക്യൂരിറ്റിയെ ബാധിക്കുമെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നേപ്പാളിൽ നിന്ന് വന്ന അവിടുത്തെ അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഇന്ത്യയെ തന്നെയാണ് അഭയം കൊടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന നെയ്ബേഴ്സാണ്. ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്, അവിടെ അന്ന് ഹിന്ദുക്കളെയൊക്കെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജോ ബൈഡനുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. കാരണം അമേരിക്കൻ പ്രഷറോടുകൂടി അവർക്കത് തടയാൻ സാധിക്കും. കാരണം വളരെയധികം ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. ഇന്ത്യൻ കോളനി ഇഷ്ടം പോലുണ്ട് ഹിന്ദുക്കൾ. ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയെ ബിലീവ് ചെയ്യുന്ന ബംഗാളികളുണ്ട് ഈ ധാക്കയിൽ. അപ്പം അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം ജോ ബൈഡൻ അത് വളരെ കാര്യമായിട്ടൊന്നും എടുത്തിട്ട് അമേരിക്ക ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായത്. ആ സമയത്ത് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അന്ന് അയാൾ ട്വീറ്റ് ചെയ്യുകയും പിന്നീട് അത് പറയുകയും ചെയ്തു, ഇന്ത്യക്കാരായ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യരുത്,
അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇത് സാങ്ഷൻ നടപടി എടുക്കും, ഉറപ്പായിട്ടും അത് പാലിക്കുകയും ചെയ്തു. പെട്ടെന്ന് യൂനിസ് ഖാൻ ആ മിനിസ്ട്രി അഡ്മിനിസ്ട്രേഷൻ ഈ റൈറ്റ് കൺട്രോൾ ചെയ്യാൻ അവർക്കെതിരെ കേസ് കൊടുത്തു. അതായത് ജമാഅത്ത് ഇസ്ലാം ഈ റൈറ്റ് നടത്തുന്ന ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തവർക്കെതിരെ കേസ് കൊടുത്തു. അതേപോലെ തന്നെ മറ്റ് പല ആൾക്കാർ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വന്ന ശേഷം, ട്രംപ് വന്ന ശേഷം ഏകദേശം 30-40% ടാരിഫും കൂടെ ഏർപ്പെടുത്തി. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫർദറായിട്ട് ഈ സംഭവം എസ്കലേറ്റ് ചെയ്യുകയും ഇവർക്ക് ഈ സ്റ്റേ ഒന്നും കിട്ടിയില്ല എങ്കിൽ, കാരണം അപ്പെക്സ് കോർട്ടിൽ സ്റ്റേ ഒന്നും കിട്ടിയില്ല എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി അത് നിർണായകമാണ്. ഒന്നില്ലെങ്കിൽ ഇവരെ മുഴുവൻ അവിടെ പറഞ്ഞു വിടാം, അത് നടക്കുന്ന കാര്യമല്ല, അത് ഇന്ത്യ ചെയ്യുകയില്ല. പക്ഷേ ഇവർ മറ്റുള്ള രാജ്യത്തോട്ട് അഭയാർത്ഥി, അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന നിലയിലായിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നടപടി. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ പിന്തുണയോടുകൂടി മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ്. ഇപ്പം ഈ ബംഗാളുമായിട്ട് ചേർന്നും നോർത്ത് ഈസ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തൊക്കെ ഇന്ത്യയാണ് ആസാമിൽ ഉണ്ടാക്കുന്ന ഓയിലാണ്, അത് ബ്രഹ്മപുത്രയിൽ ഉണ്ടാക്കുന്ന ഓയിൽ മുഖാന്തരമാണ് അവിടെ മുഴുവനും വാഹനങ്ങളെല്ലാം ഓടുന്നത്. ഇപ്പം പൈപ്പ് ലൈനൊക്കെ വെച്ച് എല്ലാ രീതിയിലും സൗകര്യം ഇന്ത്യയാണ് കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണ സാധനങ്ങളാണെങ്കിലും മറ്റുള്ള സംഭവം എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ, അതായത് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഒരു വർഷം 1-2 പ്രാവശ്യം ഒരു പ്രളയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ പ്രളയം ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റുണ്ടാകും, ചുഴലി ഉണ്ടാകും. ഈ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റാണ് എപ്പോഴും ഇവരെ സഹായിക്കുന്നത്. കാരണം സഹോദര രാജ്യമാണ്, പഴയ ഒരുമിച്ചുള്ള ഇന്ത്യയുടെ ഭാഗമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വീണ്ടും വരികയും, പ്രത്യേകിച്ച് യൂനിസ് ഖാൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഇന്ത്യ രീതിയിലോട്ടാണ് നീങ്ങുന്നത്. കാരണം അയാൾ ചാർജ് ഏറ്റെടുത്ത ശേഷം നിങ്ങൾ മനസ്സിലാക്കുക, അയാൾ പാകിസ്ഥാൻ ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ശരിക്കും പാകിസ്ഥാൻ പട്ടാളക്കാർ ബംഗ്ലാദേശിൽ പോയി അവിടെ ട്രെയിനിങ് കൊടുക്കുകയാണ് അവിടുത്തെ പട്ടാളക്കാർക്ക്. ഒരു സമയത്ത്, അതായത് അതിന് മുമ്പ് ഷെയ്ഖ് ഹസീന ഇരുന്ന സമയത്തും നേരത്തെ ഇന്ത്യൻ പട്ടാളക്കാരാണ് പാകിസ്ഥാൻ ഈ പറയുന്ന ബംഗ്ലാദേശി പട്ടാളക്കാരെ ട്രെയിനിങ് കൊടുക്കുന്നവരുടെ പോലീസിനെ സഹായിക്കുന്ന ഇന്റലിജൻസിന്റെ എല്ലാം ഷെയറിങ് നടത്തുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഇന്ത്യക്കാരനായ സക്കീർ നായക്, അത് മുഖാന്തരം വലിയ രീതിയിലുള്ള ബ്ലാസ്റ്റും പ്രശ്നമൊക്കെ ഉണ്ടായ ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ്. അതായത് അത് തീവ്ര റാഡിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട്. യൂനിസ് ഖാൻ വന്ന ശേഷം ഈ പറയുന്ന തീവ്രവാദികളെ മുഴുവനും ബംഗ്ലാദേശിൽ വീണ്ടും തിരിച്ചു വരുത്തുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഗ്ലോബലായിട്ട് ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ബംഗ്ലാദേശിലുണ്ടാകുന്ന ഇസ്ലാമിക് റാഡിക്കൽസ്, അതായത് ജിഹാദി മൂവ്മെന്റ്, അത് അവിടുന്ന് ബഡ് ചെയ്ത്, അതായത് എങ്ങനെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അതേപോലെ അവരെല്ലാം കൂടെ ചെയ്ത് ഇന്ത്യയിലൊക്കെ വരുന്ന ഈ സമയവും വലിയ വിദൂരമൊന്നും അല്ല. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മോദി ഗവൺമെന്റിന്റെ വലിയ ചലഞ്ചാണ്. എങ്ങനെയാണ് ബംഗ്ലാദേശിനെ ഫർദറായിട്ട് ഡീൽ ചെയ്യുന്നത്? ഏകദേശം 2 കോടിയോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഇലക്ഷനിലൊക്കെ പങ്കെടുക്കുന്ന പറയുന്നത് സത്യം തന്നെയാണ്. നമ്മളത് ഈ ബംഗാളിൽ, അതായത് ഇന്ത്യൻ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലായി, എനിക്കറിയാം, പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളാണ്. വലിയൊരു വിഭാഗമുണ്ട് ഇല്ലീഗലായിട്ട് വന്ന് ഇവിടെ ആധാർ കാർഡും ഉണ്ട്, വോട്ടിംഗ് കാർഡും ഒക്കെ ഉണ്ട്. ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നു. അതായത് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഏതൊക്കെ പ്രവർത്തിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, TMC, അങ്ങനെ പല പൊളിറ്റിക്കൽ പാർട്ടിയോടൊക്കെ ചേർന്ന് ഇന്ത്യക്കെതിരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ബംഗാളികൾ ഈ ബംഗ്ലാദേശിൽ, അതായത് ഇന്ത്യൻ ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ, പ്രത്യേകിച്ച് ആ ബോർഡർ ഏരിയ മുഷീറാബാദ്, കൽക്കറ്റ, അതേപോലെ സിലിഗുഡി ഭാഗത്ത് വളരെയധികം ഉണ്ട്. അത് ഒത്തിരി പേര് കേരളത്തിലും വന്നിട്ടുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട്. അതായത് ഫർദറായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇഷ്യൂ ആണ് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷൻ വന്നിട്ട് ഇതേപോലെ റാഡിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, അതായത് നമുക്ക് 3 ഫ്രണ്ടായി, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ചൈന, ഒന്ന് ബംഗ്ലാദേശ്. ഇതിനെ ഓവർകം ചെയ്തിട്ടാണ്, ഇനി സർവൈവ് ചെയ്തിട്ടാണ് ഇന്ത്യ ഫർദർ ഗ്രോ ചെയ്യേണ്ടതും. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഓരോ ദിവസത്തെ ഡെവലപ്മെന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.